തൃശ്ശൂരിലെ കോഴിത്തമ്പുരാൻ പറയുകയാണ്, തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയെ ഏൽപ്പിച്ചോളേൻ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാന്ന്. എന്റെ പൊന്നു കോഴിത്തമ്പുരാനെ, തൃശ്ശൂർ തങ്ങളെ ഏൽപ്പിച്ച ക്ഷീണം മാറാത്തവർ ഈ താങ്കൾ പറഞ്ഞ ഈ കിഴങ്ങിലെ ഡയലോഗും ഈ പോസ്റ്റും കാണുമെന്നുള്ള സാമാന ബോധ്യമെങ്കിലും വേണ്ടേ മിസ്റ്റർ പരചന്ദ്രൻ? വേണ്ടേ? എന്താണ് ഈ സംഖ്യകളെല്ലാം ഇതുപോലുള്ള പൊട്ടന്മാരും മന്ദബുദ്ധികളുമായി പോയത്? അതിനെക്കുറിച്ച് നമ്മുടെ സോമിച്ച് പറയുന്ന ഒന്ന് കേട്ടു നോക്കൂ. BJP ഒരു പക്ക നമ്മുടെ നാട്ടില് BJPയുടെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ അറിയാം, ഒരു വേശിയുടെ സ്വഭാവമാണ്. അവർക്ക് എല്ലാവരെയും വേണം, എല്ലാവരുടെയും കൂടെ അവർക്ക് കിടക്കണം, എല്ലാവരുടെ അടുത്തു നിന്നുള്ള സഹായവും ചില്ലറയും സുഖമൊക്കെ അവർക്ക് കിട്ടണം. അപ്പോൾ പിന്നെ ഹിന്ദു എന്ന് പറയുന്ന ആൾക്കാർ അവളെ ധർമ്മപത്നിയായിട്ട് കാണുന്നതിൽ എന്താ അർത്ഥം? ഞാൻ പറയുന്നത് ശരിയല്ലേ? ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണെങ്കിൽ മാത്രമേ ഹിന്ദുക്കൾ അതിൽ നിൽക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നു? കുറച്ച് കള്ളന്മാരെ അതിനകത്ത് കുറച്ചുപേരെ നിർത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അയ്യപ്പന്റെ പേരും മറ്റുള്ള കുറച്ച് ഇതും അതും ഇതും എന്നൊക്കെ പറഞ്ഞ് രണ്ട് ബഹളം വയ്ക്കാം. ആൾക്കാര് അരിയാഹാരവും ഗോതമ്പും ഒക്കെ കഴിക്കുന്ന അത്യാവശ്യം തലയ്ക്ക് ബുദ്ധിയുണ്ട്. പിന്നെ ഹിന്ദുവിന്റെ പേര് പറഞ്ഞ് ദേവിയത് BJP കേരളത്തിൽ ഒരു ഇതും വേണ്ട. ഹിന്ദുവിന്റെ കാര്യം നോക്കാൻ അത്യാവശ്യം നല്ല കഴിവുള്ള പലവരും സംസ്ഥാനത്തിനകത്തും പുറത്തുമുണ്ട്. ഈ BJPയെ പിന്തുണയ്ക്കുന്നതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് ദയവ് ചെയ്ത് എന്റെ ഹിന്ദുക്കളൊന്ന് പറയണം. കാരണം BJP എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ BJPയെ പിന്തുണയ്ക്കുന്നത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ. ധർമ്മം എന്താണെന്നും ഇന്ത്യയുടെ ചരിത്രം എന്താണെന്നും അറിയാത്തതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഹിന്ദുക്കളുടെ ഇടയിൽ മനസ്സിൽ BJP ഒരു ധർമ്മപത്നിയെ പോലെ കാണുന്നു. ഹിന്ദുക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, ഹിന്ദുക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു. തെറ്റാണ്.